നാദാപുരത്തിന്റെ നാദവും താളവും മാറ്റിയ കെ അഭിജിത്താണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. ചേട്ടാ, ഒരു ഇടത് കോട്ടയാണ്. ആ കോട്ടയിലാണ് വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് ചരിത്രപരമായ ഒരു വിജയം നേടിയെടുത്തിരിക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ കൂടെ നിന്നിട്ടുള്ളത്? അല്ല, ഒന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചൊരു മാറ്റം, അതിൻ്റെ ഒരു പ്രതിഫലനം നാദാപുരത്തുണ്ടായി. അതുമാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റം പോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാദാപുരവും മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കൂടി പ്രതിഫലനമാണ്. ഞാൻ ഇപ്പം പലപ്പോഴും പറയാറുണ്ട്, അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞാൻ സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ നാദാപുരത്തെ ഓരോരുത്തരും ഒരു കുടുംബാംഗത്തെ പോലെ, ഒരു സഹോദരനെ പോലെ എന്നെ ചേർത്ത് പിടിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് അപ്പോൾ നാദാപുരത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക്, 23,600 വോട്ടിൻ്റെ വിജയത്തിലേക്ക്, നമുക്ക് ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് മാറാനൊക്കെ സാധിച്ചത്. ആ ജനങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നാടിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്ന ഒരാൾ ഉണ്ടാകണം എന്നതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കും എന്നാണ് വിശ്വാസം. അതോടൊപ്പം UDF-ന്റെയും കോൺഗ്രസിന്റെയും നിഷ്പക്ഷരായ ജനങ്ങളുടെ ഒക്കെ വലിയ വോട്ടുകൾ കിട്ടുമ്പോൾ തന്നെ യഥാർത്ഥ ഇടതുപക്ഷ അനുഭാവികളും ഇത്തവണ UDF-നൊപ്പം നിന്നു എന്നതാണ്. കേരളത്തിലും ഒട്ടാകെ ഒരു കാഴ്ചയാണല്ലോ. അതിൻ്റെ ഒരു പ്രതിഫലനം നാദാപുരത്തും ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ ഇടതുപക്ഷ മൂല്യമുള്ള ആളുകൾ, ഇടതുപക്ഷം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, എവിടെയാണ് ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ അത് ഇത്തവണ UDF-ലാണ് എന്ന് അവരും തീരുമാനിച്ചു. അവരുടെ എല്ലാം വോട്ട് കൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം ഉണ്ടായത്. അപ്പോൾ അത് ഏറെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. പണ്ട് കെ അഭിജിത്ത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിയമസഭയ്ക്ക് മുന്നിൽ ഒട്ടനവധി പോരാട്ടങ്ങൾ. അപ്പോൾ ആ ഒരു ശബ്ദം ഇനി നിയമസഭയ്ക്കകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ MLA-മാരിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ നിയമസഭയ്ക്കകത്ത് കൂടി ആ പുറത്തുണ്ടായിരുന്ന അതേ ശബ്ദം ആ പോരാട്ട വീര്യമൊക്കെ ഉണ്ടാവും സ്വന്തം മണ്ഡലത്തിന് കൂടി വേണ്ടി? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം എനിക്ക് അന്യമായൊരു പ്രദേശമല്ല. തിരുവനന്തപുരത്തിൻ്റെ സെക്രട്ടേറിയറ്റും നിയമസഭയും ഒക്കെ അതിൻ്റെ പുറത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വലിയൊരു സമയവും വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായി നടന്ന ഇടമാണ്. അപ്പോൾ ഈ ഇടത്തേക്ക് ഇന്നലെകളിലൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി KSU പ്രസിഡന്റോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു ഭാരവാഹിയായിട്ടാണ് കടന്നു വന്നതെങ്കിൽ ഇന്ന് നാദാപുരത്തെ ജനങ്ങളുടെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ എന്നാൽ കഴിയുന്നത് എന്തോ, നാദാപുരത്തെ ജനങ്ങൾ എന്നെ സ്നേഹിച്ചു, അവരെന്നെ പിന്തുണച്ചു, ചരിത്ര ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ചു. ആ ജനങ്ങൾക്ക് എന്താണ് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ചോദിച്ചാൽ എൻ്റെ പ്രവൃത്തിയിലൂടെ അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമാവുക എന്നതാണ്. അതെൻ്റെ പരമാവധി ഞാൻ ചെയ്യും. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ, ഒരുപടി പ്രവാസികളുള്ള പ്രവാസി സഹോദരങ്ങളൊക്കെ ഉള്ള ഇടമാണ് നാദാപുരം. അവരുടെയൊക്കെ അവർക്കൊന്നും ഇന്നലകളിലൊരു സർക്കാരിൻ്റെ ചേർത്ത് നിർത്തലിൻ്റെ ഒരു സന്തോഷം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ ആ ചേർത്ത് നിർത്തലിൻ്റെ കൂടി സന്തോഷം പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകാനും എന്നാൽ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഞാൻ ചെയ്യും. കഴിഞ്ഞ 10 വർഷക്കാലം അന്നുണ്ടായിരുന്ന സർക്കാരിനെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് കെ അഭിജിത്ത്. എന്തായാലും ഇത്തവണ മുതൽ അദ്ദേഹത്തിന്റെ ശബ്ദം നിയമസഭയ്ക്ക് അകത്ത് തന്നെ മുഴുകി കേൾക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സിറലിനൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.